Hello everyone, welcome to our channel. ഇന്ന് നമ്മൾ സാനിറ്ററി കെമിസ്ട്രിന്റെ 7th മൊഡ്യൂളായ എൻസൈമോളജി എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ടോപ്പിക്കിന് നമുക്ക് 10 മാർക്കാണ് പ്രതീക്ഷിക്കാവുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നേരെ വീഡിയോയിലൊക്കെ എടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എൻസൈം ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. അതിനു മുന്നേ നമുക്ക് എന്താണ് ഒരു എൻസൈം ഓർ വാട്ട് ഈസ് ആൻ എൻസൈം എന്ന് നോക്കാം. Enzymes are biocatalysts and protein in nature that helps speed up chemical reactions. So, ഒരു കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളാണ് എൻസൈംസ് എന്ന് പറയുന്നത്. എൻസൈംസ് ആർ ബയോകാറ്റലിസ്റ്റ് ആൻഡ് പ്രോട്ടീൻ ഇൻ നാച്ചർ. ഓക്കെ, ദെൻ നമ്മുടെ സിലബസിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് എൻസൈം ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Which of the following rule was not given by enzyme commission? Option A, assigned each enzyme a name. Option B, assigned each name a 4-digit code. Divided enzyme into 6 main groups. Option D, mention of cofactors. Your right answer എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, മെൻഷൻ ഓഫ് കോഫാക്ടേഴ്സ്. ഓക്കെ, അപ്പം എൻസൈം ക്ലാസിഫിക്കേഷനുമായിട്ട് ബന്ധമില്ലാത്ത ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹിയർ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് മെൻഷൻ ഓഫ് കോഫാക്ടേഴ്സ്. സോ ബാക്കിയുള്ള ഓപ്ഷൻ ഒക്കെ എന്താണ്, എൻസൈം കമ്മീഷൻ അല്ലെങ്കിൽ എൻസൈമിന്റെ ക്ലാസിഫിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അസൈൻഡ് ഈച്ച് എൻസൈം എ നെയിം, ഏതൊരു എൻസൈമിനും ഒരു പേരുണ്ടാകും. ആൻഡ് അസൈൻഡ് ഈച്ച് എൻസൈം എ 4-digit കോഡ്, അതിന്റെ കൂടെ ഒരു 4-digit കോഡ് ഉണ്ടായിരിക്കും. മാത്രമല്ല എൻസൈംസിനെ നമ്മൾ മെയിൻ ആയിട്ട് 6 ഗ്രൂപ്പ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. Then the Enzyme Commission was appointed by the International Union of Biochemistry. It started that each enzyme is given a name and a 4-digit code. It also divided in the enzyme into 6 main groups based on the reactions they catalyzed. So, ഏത് റിയാക്ഷൻ ആണോ, എങ്ങനെയുള്ള റിയാക്ഷൻ ആണോ കാറ്റലൈസ് ചെയ്യുന്നത് അതിന്റെ ബേസിൽ എൻസൈംസിനെ 6 മെയിൻ ഗ്രൂപ്പ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. Second question, enzymes that catalyze the transfer of atom or group between two molecules is known as dash. Option A, oxidoreductase. Option B, transferases. Option C, ligases. And option D, isomerases. Your right answer is option B, transferases. Enzyme that catalyze the transfer of atom or group between two molecules is known as transferases. Transferases catalyze the transfer of atoms such as acyl, alkyl, and glycosyl groups. നമുക്ക് എൻസൈം ക്ലാസിഫിക്കേഷനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് എൻസൈംസ്. ആദ്യകാലത്ത് എൻസൈംസ് ഒക്കെ കണ്ടുപിടിച്ച സമയത്ത് സയന്റിസ്റ്റുകൾ അവർക്ക് ഇഷ്ടമുള്ള പേരുകൾ കൊടുത്തിരുന്നു എൻസൈംസിന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം അവർക്ക് തോന്നി അത് പറ്റില്ല, ഓരോ എൻസൈമിന്റെ പേര് കേട്ടാൽ ആ എൻസൈമുമായിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടണം അല്ലെങ്കിൽ മനസ്സിലാവണം ഇതൊരു എൻസൈം ആണെന്ന്. അങ്ങനെ enzymes are generally named after adding the suffix ase to the name of the substrate. അപ്പം ഏത് റിയാക്ഷൻ ആണോ കാറ്റലൈസ് ചെയ്യുന്നത് അപ്പൊ ആ റിയാക്ഷന്റെ സബ്സ്ട്രേറ്റിന്റെ നോട് കൂടിയിട്ട് ഏസ് എന്നുള്ള ഒരു സഫിക്സ് കൊടുത്തു കഴിഞ്ഞാൽ എൻസൈമിന്റെ പേര് കിട്ടും. അങ്ങനെ എൻസൈംസിന് പേരിടാൻ തുടങ്ങി. അതിന് എക്സാമ്പിൾ ആണ് ലിപ്പേസ്, ആക്ട് ഓൺ ലിപ്പിഡ്സ്. അതായത് ലിപ്പിഡ്സ് എന്ന് പറഞ്ഞ ലിപ്പിഡ്സിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമുകളൊക്കെ ലിപ്പേസ്, ന്യൂക്ലിക് ആസിഡിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ന്യൂക്ലിയേസ്, ലാക്ടോസിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ലാക്ടേസ്. അപ്പം ഇത്തരത്തിൽ എൻസൈമിനെ പേരിടാൻ തുടങ്ങി. Then, which fail to give complete information of enzyme reaction. അപ്പം ഈ ഒരു പേരിൽ നിന്ന് നമുക്ക് ഒരു റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പം ഈ ഒരു സിസ്റ്റം നിർത്തിവെച്ചിട്ട് International Union of Biochemistry or IUB adopted a nomenclature system based on chemical reaction type and reaction mechanism. So, reaction type and reaction mechanism basis International Union of Biochemistry ഒരു classification കൊണ്ടുവന്നു. According to this system, enzymes are grouped into 6 main class. ഈ ഒരു സിസ്റ്റത്തിന്റെ ബേസിലാണ് എൻസൈംസിനെ മെയിൻ 6 ക്ലാസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്.
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള 6 എൻസൈം ക്ലാസ്സസ് എന്നും ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണെന്നും അതിനുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഓക്സിഡോറിഡക്റ്റീസസ്. Enzymes involved in oxidation reduction reactions. ഓക്കെ, അപ്പൊ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷനുകളെ ഹെൽപ്പ് ചെയ്യുന്ന, ഈ റിയാക്ഷന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന എൻസൈമുകളാണ് ഓക്സിഡോ റിഡക്റ്റീസസ്. എക്സാമ്പിൾ ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് ആൻഡ് സൈറ്റോക്രോം ഓക്സിഡേസ്. അപ്പം ഓരോ ക്ലാസ്സിലും ടേബിൾ ചെയ്ത് വെച്ചിട്ട് അതിന് എക്സാമ്പിളും എഴുതി വെച്ച് തന്നെ പഠിക്കാൻ നോക്കുക. കാരണം എന്തായാലും ഒരു മാർക്ക് ഈ ഒരു സെക്ഷനിൽ ചോദിക്കും, ഉറപ്പാണ്. Then second class, transferases. Enzyme that catalyze the transfer of functional group. Functional ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമുകളാണ് ട്രാൻസ്ഫറേസസ്. എക്സാമ്പിൾ ഹെക്സോകൈനേസ് ആൻഡ് ഫോസ്ഫോറിലേസ്. ഹെക്സോകൈനേസ് ആൻഡ് ഫോസ്ഫോറിലേസ്. Then third class ആണ് hydrolases. Enzyme that bring about hydrolysis of various compounds. Example lipase and urease. ഓക്കെ, അപ്പൊ ഓക്സിഡോ റിഡക്റ്റേസസിന് എക്സാമ്പിൾ ആണ് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് ആൻഡ് സൈറ്റോക്രോം ഓക്സിഡേസ്. ട്രാൻസ്ഫറേസസിന് എക്സാമ്പിൾ ആണ് ഹെക്സോകൈനേസ് ആൻഡ് ഫോസ്ഫോറിലേസ്. ദെൻ ഹൈഡ്രോലേസസിന് എക്സാമ്പിൾ ആണ് ലിപ്പേസ് ആൻഡ് യൂറേസ്. Fourth one, liases. Enzymes specialized in the addition or removal of water, ammonia, carbon dioxide, etc. വാട്ടർ, അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു മോളിക്യൂളിനെ ഒന്നുകിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമുകളാണ് ലിയേസസ്. എക്സാമ്പിൾ ആൽഡോലേസ്, ഫ്യൂമറേസ്. ദെൻ ഫിഫ്ത്ത് വൺ, ഐസോമറേസ്. എൻസൈംസ് ഇൻവോൾവ്ഡ് ഇൻ ദ ഐസോമറൈസേഷൻ റിയാക്ഷൻ. എക്സാമ്പിൾ ഫോസ്ഫോഹെക്സോസ് ഐസോമറേസ്, റെറ്റിനോൾ ഐസോമറേസ്. ഈ ഒരു ക്ലാസ് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. എല്ലാ എൻസൈംസിന്റെയും അവസാനം ഐസോമറേസ് എന്നുള്ള പേരുണ്ടാവും. Then last class, ligases. Enzymes catalyzing the synthetic reactions where two molecules are joined together and ATP is used. രണ്ട് മോളിക്യൂൾസിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ് ആണ് ലിഗേസസ്. അതും ATP എനർജി യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഈ ഒരു ക്ലാസ് എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു റിയാക്ഷൻ തരും, രണ്ട് മോളിക്യൂൾസ് ജോയിൻ ചെയ്യുന്ന റിയാക്ഷൻ തരും, എന്നിട്ട് ആരോമാർക്കിന്റെ മുകളിൽ ATP എന്ന് കൊടുത്തിട്ടുണ്ടാവും. സോ ATP എവിടെ കണ്ടോ, എൻസൈംസിന്റെ കൂടെ എവിടെ കണ്ടാലും നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ലിഗേസസിൽ പെട്ടതായിരിക്കും. ഓക്കെ, so example glutamine synthetase and succinate thiokinase. So liases in example ആണ് aldolase and fumarase. Isomerases in example ആണ് phosphohexose isomerase and retinol isomerase. Ligases examples glutamine synthetase and succinate thiokinase. Third question, pectinase belong to which class of enzyme? Option A, ligases, option B, hydrolases, and option C, liases, and option D, transferases. Here right answer, option C, liases. Pectinase belong to the class of liases. Fourth question, in this below equation, enzyme Y belongs to which class of enzymes? So here എൻസൈം Y എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻസൈമിന്റെ പ്രസൻസിൽ നടക്കുന്ന ഒരു റിയാക്ഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റിയാക്ഷൻ ഇതാണ് AX plus H2O gives XOH plus AH. ഇവിടെ ഈ ഒരു എൻസൈം Y ഏത് ക്ലാസ്സിൽ പെടുന്നതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ A പെറോക്സിഡേസ്, ഓപ്ഷൻ B ഹൈഡ്രോലേസസ്, ഓപ്ഷൻ C പക്റ്റിനേസ് ആൻഡ് ഓപ്ഷൻ D ആൽഡോലേസ്. ഹിയർ റൈറ്റ് ആൻസർ ഓപ്ഷൻ B ആണ് ഹൈഡ്രോലേസസ്. നമുക്കിവിടെ വാട്ടറിന്റെ പ്രസൻസ്, ഈ ഒരു വാട്ടറിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ വാട്ടർ മോളിക്യൂൾസ് വന്നു കഴിഞ്ഞാൽ അത് മിക്കവാറും എന്തായിരിക്കും, ഹൈഡ്രോലേസസ് ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് എ ഹൈഡ്രോലൈറ്റിക് റിയാക്ഷൻ wherein water molecules are involved and they break the bond of substrate and form hydroxyl group compounds. ഓക്കെ, അപ്പം ഈ ഒരു ബോണ്ട് എന്ത് ചെയ്യും, വാട്ടർ മോളിക്യൂൾ ബ്രേക്ക് ചെയ്തിട്ട് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഫോം ചെയ്യും. സോ ഇത്തരത്തിലുള്ള റിയാക്ഷൻസ് ആണ് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമുകൾ ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്, ഹൈഡ്രോലേസസ്.
Then ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. പെറോക്സിഡേസ്, പെക്റ്റിനേസ് ആൻഡ് ആൽഡോലേസ് നോട്ട് belong to main class of enzyme given by enzyme commission. Peroxidase belong to oxidoreductase, whereas pectinase and aldolase belong to liases. Fifth question. Glycosidases, lipases and proteases belong to which class of enzymes? Option A, hydrolases. Option B, ligases. Option C, isomerases. And option D, transferases. Your right answer is option A, hydrolases. Glycosidases, lipases, and proteases belong to hydrolases. This class of enzymes catalyze the hydrolytic reaction and their reversal. ഓർത്ത് വയ്ക്കുക, glycosidases, lipases and proteases belong to hydrolases. സോ നിങ്ങൾ ഒരു ടേബിൾ പോലെ ആക്കി പഠിച്ചാൽ നന്നായിരിക്കും. ഓരോ ക്ലാസ് ഓക്സിഡോറിഡക്റ്റേസ്, ട്രാൻസ്ഫറേസസ്, ഹൈഡ്രോലേസസ്, ലിയേസസ്, ഐസോമറേസസ്, ലിഗേസസ് എന്ന് പറഞ്ഞിട്ട് 6 കോളം വരച്ചിട്ട് ഓരോ കോളത്തിലും അതുമായി റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ആ ഒരു ക്ലാസ്സിൽ വരുന്ന എൻസൈംസ് ചാർട്ട് ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. എക്സാമിന് ഇതുപോലെ എടുത്ത ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റും. Sixth question. Which of the following belongs to the class of isomerases? Option A, aldolases. Option B, oxygenase. Option C, epimerase. And option D, esterase. Your right answer, option C ആണ് epimerase. Isomerases involves the catalysis of isomerization reaction. Isomerase involves the catalysis of isomerization reaction. Isomerase include epimerase, racemerase and intramolecular transferase. ഓർത്തു വയ്ക്കുക, ഐസോമറേസ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് എപ്പിമറേസ്, റേസ്മേസ് ആൻഡ് ഇൻട്രാമോളിക്കുലാർ ട്രാൻസ്ഫറേസ്. Hence, epimerase belongs to isomerase class of enzymes. Then aldolase belongs to liases. Aldolase belongs to liases, whereas oxygenase belong to oxidoreductases. Esterase belongs to hydrolases. Okay, ഓർത്ത് വയ്ക്കുക, aldolase belongs to liases, whereas oxygenase belong to oxidoreductases. Esterase belong to hydrolases class of enzymes. Next question. In the following diagram, what does enzyme 6 represent? Okay, ഇവിടെയുള്ള enzyme 6 ഏത് ക്ലാസ്സിൽ പെട്ടതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഈ റിയാക്ഷൻ നോക്കാം. ഇത് സബ്സ്ട്രേറ്റ് 1 ആണ്, ഇത് സബ്സ്ട്രേറ്റ് 2 ആണ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാണ് ഇൻ ദ പ്രസൻസ് ഓഫ് ATP അല്ലെങ്കിൽ എനർജി യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത്. ദെൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം 6 ആണ്. എന്നിട്ട് എന്തൊക്കെയായിട്ട് മാറും? ADP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള ATP യൂട്ടിലൈസ് ചെയ്തിട്ട് അത് ADP ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റ് 1ഉം സബ്സ്ട്രേറ്റ് 2ഉം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള പുതിയൊരു പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ഒരു റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം 6 ഏത് ക്ലാസ്സിൽ പെട്ടതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ A, hydrolases. ഓപ്ഷൻ B, ligases. ഓപ്ഷൻ C, aldolases. ആൻഡ് ഓപ്ഷൻ D, glucose isomerase. Your right answer, option B ആണ് ligases. Okay, ATPന്റെ പ്രസൻസോട് കൂടി രണ്ട് സബ്സ്ട്രേറ്റുകൾ കമ്പൈൻ ചെയ്യുന്ന, ജോയിൻ ചെയ്യുന്ന റിയാക്ഷൻസ് എല്ലാം തന്നെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ലിഗേസസിൽ പെട്ടതായിരിക്കും. ഓക്കെ, രണ്ട് സബ്സ്ട്രേറ്റുകൾ ATPന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ATP യൂട്ടിലൈസ് ചെയ്ത്, എനർജി യൂട്ടിലൈസ് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് പുതിയൊരു പ്രോഡക്റ്റ് ആയിട്ട് മാറുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം എപ്പോഴും ലിഗേസസ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is an example for oxidoreductases? Option A, glucose oxidase. Option B, glutathione synthetase. Option C, aspartate aminotransferase. And option D, histidase. Here right answer, option A, glucose oxidase. Glucose oxidase transfers electrons from glucose to oxygen atoms.
That is redox reaction ആണ് അവിടെ നടക്കുന്നത്. It is an example of oxidoreductases. Then glutathione synthetase. Glutathione synthetase is an example of ligases as this enzyme is involved in synthesis of new products. Okay, glutathione synthetase is an example of ligases. Ligases ആകുമ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യും? പുതിയ പ്രോഡക്റ്റ്, synthesis of new products. രണ്ട് സബ്സ്ട്രേറ്റുകൾ ജോയിൻ ചെയ്തിട്ട് പുതിയ പ്രോഡക്ട്സ് ഫോം ചെയ്യും, ലിഗേസസ്. Then aspartate aminotransferase. ട്രാൻസ്ഫറേസ് വരുന്നതുകൊണ്ട് ഏതായിരിക്കും? ട്രാൻസ്ഫറേസ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ തന്നെ ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, aspartate aminotransferase transfer amino group from aspartate forming glutamate, and hence it is an example of transferase class of enzymes. Then histidase involved in removal of amino group from histidine. സോ ഒരു ഗ്രൂപ്പിനെ അമിനോ ഗ്രൂപ്പിനെ ഹിസ്റ്റൈഡിനിൽ നിന്നും റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള എൻസൈമുകൾ ഏതിലായിരിക്കും വിടുക? ലിയേസസ്. അഡിഷൻ ഓർ റിമൂവൽ അങ്ങനെ ആകുമ്പോൾ അത് ഏതിലാ വരിക? ലിയേസസ്. ഓക്കെ, ഹിസ്റ്റൈഡേസ് ഈസ് ഇൻവോൾവ്ഡ് ഇൻ റിമൂവൽ ഓഫ് അമിനോ ഗ്രൂപ്പ് ഫ്രം ഹിസ്റ്റൈഡിൻ. ദസ് ഹിസ്റ്റൈഡേസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ലിയേസസ്. Ninth question, histidase ലിയേസസ് അങ്ങനെയെങ്കിൽ കൈമോസിൻ ഇവിടെ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ലിഗേസസ്, ഓപ്ഷൻ ബി ഐസോമറേസസ്, ഓപ്ഷൻ സി ഹൈഡ്രോലേസസ് ആൻഡ് ഓപ്ഷൻ ഡി ട്രാൻസ്ഫറേസസ്. ഹിയർ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഹൈഡ്രോലേസസ്. കൈമോസിൻ ഹൈഡ്രോലേസസ്. Histidase is an example for liase class of enzymes which are involved in elimination reaction. Histidase elimination reaction catalyze ചെയ്യുന്നു. In similar way, chymosin is an example for hydrolases which are involved in hydrolysis of the substrate. Chymosin is also called as renin. Chymosin is also called as renin. Example of ligases, isomerases and transferases are glutathione synthetase, glucose isomerase and aspartate aminotransferase respectively. Okay, അപ്പോൾ ലിഗേസസിന് എക്സാമ്പിൾ ആണ് ഗ്ലൂട്ടാത്തയോണ്, ഐസോമറേസസ് ആണെങ്കിൽ ഗ്ലൂക്കോസ് ഐസോമറേസ്, ട്രാൻസ്ഫറേസ് അമിനോ ട്രാൻസ്ഫറേസ്, aspartate aminotransferase. Correct question, ഒരു true or false question ആണ്. Enzyme increases the rate of reaction by lowering the activation energy. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ, ട്രൂ ആണ്. സോ enzymes increases the rate of reaction by lowering the activation energy. എൻസൈംസ് എപ്പോഴും എന്താണ് ചെയ്യുന്നത്? ആക്ടിവേഷൻ എനർജി കുറച്ചുകൊണ്ട് ആ എൻസൈമിന്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാനാണ് ശ്രമിക്കുക. നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സോ ഒരു ആക്ടിവേഷൻ എനർജി ഒരു സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് ഇത്രയും ആക്ടിവേഷൻ എനർജി വേണമെന്ന് വിചാരിക്കാം. ഇത്രയും ആക്ടിവേഷൻ എനർജി വേണമെന്ന് വിചാരിക്കാം. എൻസൈംസിന്റെ പ്രസൻസിലാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ ആക്ടിവേഷൻ എനർജി ലോ ചെയ്തിട്ട് ഇത്രയും ലോ ചെയ്തിട്ട് എന്ത് ചെയ്യും? അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും ഉണ്ടായിരുന്ന ആക്ടിവേഷൻ എനർജി കുറച്ച് എന്ത് ചെയ്യും? പ്രോഡക്റ്റ് പെട്ടെന്ന് ഫോം ചെയ്യിക്കും. ഓക്കെ, സോ ഇത്രയും എനർജി യൂസ് ചെയ്തിട്ടായിരുന്നു പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ടൈം എടുക്കും. പക്ഷെ അത്രയും എനർജി ആക്ടിവേഷൻ എനർജി കുറച്ചിട്ട് എന്ത് ചെയ്യും? പെട്ടെന്ന് അത് പ്രോഡക്റ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. So, enzyme increases the rate of reaction by lowering the activation energy. The energy required by reactants to undergo the reaction is known as activation energy. Okay, അപ്പോൾ എന്താണ് activation energy എന്ന് പറയുന്നത്? The energy required by the reactants to undergo the reaction is known as activation energy. ഒരു റിയാക്റ്റൻസിനെ പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ട ആ ഒരു എനർജി, അതിനെയാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. Next question, what is the nature of an enzyme? Option A, vitamin, option B, lipid, option C, carbohydrate and option D, protein. Your right answer, option D ആണ് protein. All enzymes are protein in nature except ribozymes. Okay, ഇതൊരു important question ആണ്.
പല എക്സാമുകൾക്കും ചോദിച്ചു കണ്ടിട്ടുണ്ട് പ്രോട്ടീൻ നാച്ചർ എന്താണ്, enzyme nature എന്താണെന്നുള്ളത്. So enzymes are protein in nature except ribozymes. So ribozymes എന്ന് പറയുന്നത് RNA-യിൽ ആക്ട് ചെയ്യുന്ന എൻസൈമുകളാണ് റൈബോസൈംസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മാത്രം പ്രോട്ടീൻ നാച്ചർ അല്ല, ബാക്കിയുള്ള എല്ലാ എൻസൈമുകളും പ്രോട്ടീൻ ഇൻ നാച്ചർ ആണ്. 12th question, what is an apoenzyme? എന്താണ് ഒരു apoenzyme എന്ന് പറഞ്ഞാൽ? It is a protein portion of an enzyme. Option B, it is an non-protein group. Option C, it is a complete biologically active conjugated enzyme. Option D, it is a prosthetic group. Your right answer, option A ആണ്. Apoenzyme is a protein portion of an enzyme. ഒരു എൻസൈം ആക്റ്റീവായി നിൽക്കുന്ന ഒരു എൻസൈമിനെ പറയുന്ന പേരാണ് ഹോളോ എൻസൈം എന്ന് പറയുന്നത്. സോ ഹോളോ എൻസൈം എന്ന് പറഞ്ഞാൽ അപ്പോ എൻസൈം പ്ലസ് കോഎൻസൈം ഇസ് ഈക്വൽ ടു ഹോളോ എൻസൈം. ആക്റ്റീവ് ആയിട്ടുള്ള ഒരു എൻസൈം ആണ് ഹോളോ എൻസൈം എന്ന് പറയുന്നത്. സോ ഈ ഹോളോ എൻസൈമിന് 2 പാർട്ടുകൾ ഉണ്ടായിരിക്കും. ഫസ്റ്റ് വൺ, അപ്പോ എൻസൈം ഇസ് എ protein part of an enzyme, then coenzyme is non-protein part of an enzyme. Okay, so protein part ആയിട്ടുള്ള അപ്പോ എൻസൈമും നോൺ പ്രോട്ടീൻ പാർട്ട് ആയിട്ടുള്ള കോഎൻസൈമും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ആക്റ്റീവ് ഫോമിലുള്ള ഹോളോ എൻസൈം ഫോം ചെയ്യുന്നത്. ഓക്കെ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻസൈം ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ പാർട്ട് ആയിട്ടുള്ള അപ്പോ എൻസൈമും നോൺ പ്രോട്ടീൻ പാർട്ട് ആയിട്ടുള്ള കോഎൻസൈംസും കമ്പൈൻ ചെയ്താൽ മാത്രമേ ഒരു പ്രോപ്പർ ആയിട്ടുള്ള എൻസൈം അല്ലെങ്കിൽ ഹോളോ എൻസൈം ഫോം ചെയ്യാൻ കഴിയുള്ളൂ. സോ ഈ ഒരു ഇക്വേഷൻ മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കാം. അപ്പോ എൻസൈം പ്ലസ് കോഎൻസൈം ഇസ് ഈക്വൽ ടു ഹോളോ എൻസൈം. ഇതും ഒരുപാട് എക്സാമുകൾക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ കോഎൻസൈം ഓഫ് റൈബോഫ്ലാവിൻ B2. Option A, NAD or NADP. Option B, FAD and FMN. Option C, coenzyme A. Option D, thiamine pyrophosphate. Your right answer, option B ആണ്, FAD and FMN. So in the question ചോദിച്ചിട്ടുള്ളത് the name coenzyme of riboflavin B2. Okay, riboflavin B2 എന്ന് ഫോം ചെയ്യുന്ന coenzyme ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. Riboflavin, flavin adenine dinucleotide and flavin mononucleotide. Okay, അപ്പോൾ ഫ്ലാവിൻ അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ് ഓർ ഫ്ലാവിൻ മോണോന്യൂക്ലിയോടൈഡ് ഇത് എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? റൈബോഫ്ലാവിൻ വൈറ്റമിൻ B2 നിന്നാണ് ഫോം ചെയ്യുന്നത്. The non-protein, organic, low molecular weight and dialyzable substance associated with enzyme function is known as coenzymes. എന്താണ് ഒരു coenzymes? The non-protein part, എൻസൈമിലെ നോൺ പ്രോട്ടീൻ പാർട്ടാണ് കോഎൻസൈം എന്ന് പറയുന്നത്. ഓർഗാനിക് സബ്സ്റ്റൻസ് ആണത് ആൻഡ് ലോ മോളിക്കുലാർ വെയിറ്റ് ആയിരിക്കും ആൻഡ് ഡയാലിസിബിൾ സബ്സ്റ്റൻസ്. ഓക്കെ, ഒരു എൻസൈമിനെ നമുക്ക് ഡയാലിസിസ് ചെയ്തിട്ട് അതിലെ കോഎൻസൈമിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനെയാണ് കോഎൻസൈം, ഇങ്ങനെയുള്ള ഒരു എൻസൈമിന്റെ ഒരു പോർഷനെയാണ് കോഎൻസൈംസ് എന്ന് പറയുന്നത്. The non-protein, organic, low molecular weight and dialyzable substance associated with the enzyme function is known as coenzyme. So, FAD and FMN എന്ന് പറയുന്നത് ഒരു റൈബോഫ്ലാവിൻ വൈറ്റമിൻ B2 എന്ന് ഫോം ചെയ്യുന്ന ഒരു കോഎൻസൈം ആണ്. നെക്സ്റ്റ് നമുക്ക് കോഎൻസൈംസിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് coenzymes. So, coenzymes are second substrate. Coenzymes are also defined as second substrate or co-substrate. Coenzymes അല്ലെങ്കിൽ second substrate അല്ലെങ്കിൽ co-substrate because they have affinity with the enzyme comparable with that of the substrate. So substrate വന്നിട്ട് എങ്ങനെയാണ് ഒരു എൻസൈമിൽ ബൈൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ എൻസൈമിൽ വന്ന് ബൈൻഡ് ചെയ്യുന്ന ഒരു നോൺ പ്രോട്ടീൻ പാർട്ടാണ് കോഎൻസൈം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കോഎൻസൈമിനെ സെക്കൻഡ് സബ്സ്ട്രേറ്റ് ഓർ കോ സബ്സ്ട്രേറ്റ് എന്നെല്ലാം വിളിക്കുന്നത്. ഓക്കെ, സോ നോർമൽ കേസിൽ ഇതൊരു എൻസൈം ആണെന്ന് ഇമാജിൻ ചെയ്യാം. സോ ഈ എൻസൈമിൽ വന്ന് ബൈൻഡ് ചെയ്യുന്ന സബ്സ്ട്രേറ്റ് ആണ് ഇത്. ഓക്കെ, അപ്പം ഇവിടെ ഇതാണ് ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്, ഇതാണ് ആക്റ്റീവ് സൈറ്റ്. അപ്പം ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യാൻ കറക്റ്റ് ഈ സബ്സ്ട്രേറ്റിന് കറക്റ്റ് വന്ന് ബൈൻഡ് ചെയ്യാൻ പാകത്തിനായിരിക്കും ആക്റ്റീവ് സൈറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇതിന് ഇങ്ങനെയുള്ള ഒരു എൻസൈമിൽ വന്ന് ബൈൻഡ് ചെയ്യുന്ന മറ്റൊരു സബ്സ്റ്റൻസ്, അതായത് എൻസൈമിലെ തന്നെ ഒരു ആക്റ്റീവ് എൻസൈമിലുള്ള
ഒരു പോർഷൻ, നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് കോ എൻസൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ സബ്സ്ട്രേറ്റ് എങ്ങനെയാണോ എൻസൈമിന്റെ മുകളിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് കോ എൻസൈംസ് വന്നിട്ട് സബ്സ്ട്രേറ്റിൽ വന്നിട്ട് ബൈൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കോ എൻസൈംസ് ആർ ഓൾസോ നോൺ ആസ് സെക്കൻഡ് സബ്സ്ട്രേറ്റ് ഓർ കോ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. Coenzymes participate in various reactions involving transfer of atom or groups like hydrogen, aldehyde, keto, amino, acyl, methyl, and carbon dioxide, etc. Okay, so ഇത്രയും ഗ്രൂപ്പുകളുടെ ട്രാൻസ്ഫറിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കോഎൻസൈംസ്. ഒരു ആക്റ്റീവ് എൻസൈംസിന്റെ മുകളിൽ പ്രസന്റ് ആയിട്ടുള്ള ഒരു എൻസൈമിൽ ഒരുപാട് സൈറ്റുകൾ ഉണ്ടാവും. അതിൽ പെട്ട ഏതെങ്കിലും ഒരു സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യുന്ന നോൺ പ്രോട്ടീൻ പാർട്ടാണ് കോഎൻസൈം എന്ന് പറയുന്നത്. സോ കോഎൻസൈം വന്ന് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് ആ എൻസൈം ഒന്നുകൂടെ ആക്റ്റീവ് ആകും. മാത്രമല്ല എൻസൈമിന്റെ ആ ഒരു റിയാക്ഷനെ ഈ കോഎൻസൈം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ഓഫ് ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് ലൈക്ക് ഹൈഡ്രജൻ, ആൽഡിഹൈഡ്, കീറ്റോ, അമിനോ, അസൈൽ, മീഥൈൽ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇത്രയും ഗ്രൂപ്പുകളെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് കോഎൻസൈം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കോഎൻസൈം ഡു നോട്ട് ഡിസൈഡ് എൻസൈം സ്പെസിഫിസിറ്റി. സോ എൻസൈം സ്പെസിഫിസിറ്റിനെ കോഎൻസൈംസ് ഡിസൈഡ് ചെയ്യുന്നില്ല. Most of the coenzymes are the derivatives of water-soluble B-complex vitamin. Okay, മിക്ക coenzymes എങ്ങനെയായിരിക്കും? വാട്ടർ-soluble ആയിട്ടുള്ള B-complex vitamins-ൽ നിന്നും derive ചെയ്തിട്ടുള്ളതാണ്. അതിന് എക്സാമ്പിൾ ആണ് TPP, thiamine pyrophosphate. Thiamine, vitamin B complex-ൽ പെട്ടതാണ് thiamine. Thiamine-ൽ നിന്നും ഫോം ചെയ്യുന്ന coenzyme ആണ് TPP, thiamine pyrophosphate. And next example, FAD, flavin adenine dinucleotide. ഇത് റൈബോഫ്ലാവിൻ B2-ൽ നിന്നും ഫോം ചെയ്തതാണ് FAD. Then some organic substances which have no relation with the vitamins but function as coenzymes. They may be considered as non-vitamin coenzymes. So vitamin അല്ലാതെ മറ്റേതെങ്കിലും സബ്സ്റ്റൻസിൽ നിന്നും ഫോം ചെയ്യുന്ന കോഎൻസൈംസും ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ATP and CTP. ATP എന്ന് പറഞ്ഞാൽ അഡെനിൻ ട്രൈഫോസ്ഫേറ്റ് and CTP സൈറ്റഡിൻ ട്രൈഫോസ്ഫേറ്റ്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക, കോഎൻസൈംസ് derived from B complex vitamins ന് എക്സാമ്പിൾ ആണ് TPP and FAD. TPP thiamine-ൽ നിന്നും FAD riboflavin നിന്നും ഫോം ചെയ്യുന്നു. 14th question. What is the function of phosphorylase? Option A, transfer inorganic phosphate. Option B, transfer a carboxylate group. Option C, use H2O2 as the electron acceptor. And option D, transfer amino group. Your right answer, option A, transfer inorganic phosphate. Okay, what is the function of phosphorylase? Transfer inorganic phosphate. Next question, mark the correct function of enzyme peptidase. Option A, cleave phosphodiester bond. Option B, cleave amino bonds. Option C, remove phosphate from a substrate. Option D, removal of water. Your right answer, cleave amino bonds. Okay, so peptidase in the function endana? Cleave amino bonds. 16th question. Which of the following function is catalyzed by racemases? Option A, removal of water. Option B, intramolecular transfer of a functional group. Interconversion of L and D stereoisomers. Option D, inversion of asymmetric carbon atom. Your right answer എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഇന്റർകൺവേർഷൻ ഓഫ് L and D isomerase. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഫംഗ്ഷൻ ഈസ് കാറ്റലൈസ്ഡ് ബൈ റേസ്മേസസ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഇന്റർകൺവേർഷൻ ഓഫ് L and D isomerases. Racemases are the class of isomerases which catalyze the intramolecular rearrangement and interconvert L and D stereoisomers. Like racemase, another isomerase which catalyzes the intramolecular transfer of functional group is mutases. 17th question, ഒരു true or false question ആണ്. The zymogen is an inactive precursor of an active enzyme. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഓപ്ഷൻ എ, ട്രൂ.
Okay, most of the enzymes are secreted in their active form called the zymase. Okay, most of the enzymes are secreted in their active form called the zymase. Some of the enzymes are secreted in their inactive form called the proenzymes or zymogen. Some of the enzymes are secreted in their inactive form called the proenzymes or zymogen. Example, pepsinde proenzyme അല്ലെങ്കിൽ zymogen ആണ് പെപ്സിനോജൻ. ട്രിപ്സിന്റെ proenzyme ആണ് ട്രിപ്സിനോജൻ. അല്ലെങ്കിൽ പെപ്സിൻ ഏത് ഫോമിലാണ് സെക്രീറ്റ് ചെയ്യുന്നത്? പെപ്സിനോജൻ എന്ന ഫോമിൽ. ഇത് ഇനാക്റ്റീവ് ആണ്. ഇതിന്റെ ആക്റ്റീവ് ഫോം ആണ് പെപ്സിൻ എന്ന് പറയുന്നത്. In the question, what is the binding energy? Option A, free energy released in the formation of enzyme-substrate interaction. Option B, energy required to form a bond. Option C, energy required to bind substrate. Option D, it is the activation energy. Here right answer, option A ആണ്. Binding energy എന്ന് പറയുന്നത് free energy released in the formation of enzyme-substrate interaction. Okay, so free binding energy എന്താണ്? Free energy released in the formation of enzyme-substrate interaction. Binding energy is the free energy released when the enzyme-substrate complex is formed. This energy is used to lessen the activation energy. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു എൻസൈംസ് എങ്ങനെയാണ് സബ്സ്ട്രേറ്റിനെ പെട്ടെന്ന് തന്നെ പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു റിയാക്ഷൻ സ്പീഡപ്പ് ചെയ്യുന്നത് അവിടുത്തെ ആക്ടിവേഷൻ എനർജി കുറച്ചുകൊണ്ടാണ് എൻസൈംസിന്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. സോ അതെങ്ങനെയാണ്? ഈ ബൈൻഡിങ് എനർജി യൂസ് ചെയ്തിട്ടാണ് lessen the activation energy കുറയ്ക്കുന്നത്. So binding energy എന്ന് പറയുന്നത് free energy released in the formation of enzyme substrate interaction. ഒരു എൻസൈം വന്നിട്ട് സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് റിലീസ് ചെയ്യുന്ന എനർജിയാണ് ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത്. ആ എനർജി യൂസ് ചെയ്തുകൊണ്ട് ആക്ടിവേഷൻ എനർജി കുറയ്ക്കാൻ പറ്റും. Binding energy can be maximum when the only correct substrate bind to the enzyme. So ഓരോ എൻസൈമും സ്പെസിഫിക് ഇൻ നാച്ചർ ആണ്. സോ ഓരോ എൻസൈമിനും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ബൈൻഡിങ് എനർജി മാക്സിമത്തിൽ എത്തുള്ളൂ. സോ ആ മാക്സിമം എനർജി കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആക്ടിവേഷൻ എനർജി കുറയ്ക്കാൻ പറ്റുള്ളൂ. 19th question. The catalytic activity of an enzyme is restricted to its small portion called dash. Option A, active site. Option B, passive site. Option C, allosteric site. And option D, all choices are correct. Your right answer, option A ആണ് active site. The catalytic activity of an enzyme is restricted to its all portion called active site. Active site, also known as active center of an enzyme, represent as a small region at which the substrate binds and participate in the catalysis. ഒരു എൻസൈം, ഇതൊരു എൻസൈം ആണെങ്കിലും ഈ എൻസൈമിന്റെ മുകളിലുള്ള ചെറിയൊരു പോർഷൻ ഇതാണ് ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പോർഷൻ ആണ് ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സബ്സ്ട്രേറ്റ് വന്നിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു റിയാക്ഷൻ കാറ്റലൈസ്. Next question. The study of rates of chemical reactions that are catalyzed by enzymes is referred to as dash. Option A, first order reaction kinetics. Option B, zero order reaction kinetics. Option C, chemical kinetics. And option D, enzyme kinetics. Your right answer, option D ആണ് enzyme kinetics. Okay. The study of rates of chemical reaction that are catalyzed by enzymes is referred to as enzyme kinetics. Next question. Lock and key model was proposed by Dash in 1890. Option A, Henry. Option B, Michaelis and Menten. Option C, Emil Fischer. And option D, Daniel Koshland. Your right answer, option C ആണ് Emil Fischer. Okay, the lock and key model was proposed by Emil Fischer in 1890. Next question. The enzyme action model represented in the following diagram is dash. Option A, fluid mosaic model. Option B, induced fit model. Option C, reflected index model. And option D, lock and key model.
Your right answer ഓപ്ഷൻ ഡി ആണ് ലോക്ക് ആൻഡ് കീ മോഡൽ. ഓക്കെ, നമുക്ക് ഈ ഒരു പിക്ചർ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാം. ഇതൊരു എൻസൈം ആണെങ്കിൽ ഇത് സബ്സ്ട്രേറ്റ് ആണ്. സോ ഈ സബ്സ്ട്രേറ്റ് വന്നിട്ട് എൻസൈംസിന്റെ ഈ ഒരു പൊസിഷനിൽ വന്നിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്ന് പറയാം. ഓക്കെ, എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിന്റെ അതിനോട് മാച്ച് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും എൻസൈമിൽ ഉണ്ടാവുക. സോ അത് ആ ഒരു സ്ട്രക്ചർ കറക്റ്റ് വന്ന് അവിടെ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ഫോം ചെയ്യുള്ളൂ? എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുള്ളൂ. ഒരു ലോക്കിന്റെ ഉള്ളിൽ നമ്മൾ കീ ഇട്ട് കഴിഞ്ഞാൽ അത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്ത് നിൽക്കുമോ അതുപോലെയാണ് എമിൽ ഫിഷറിന്റെ ലോക്ക് ആൻഡ് കീ മോഡൽ പറയുന്നത്. സോ ഇങ്ങനെ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ആക്റ്റീവ് സൈറ്റിൽ കറ്റാലിസിസ് റിയാക്ഷൻ നടന്നിട്ട് എന്ത് ചെയ്യും? പ്രോഡക്ട്സ് ഫോം ചെയ്യും. എൻസൈം അത് എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് പ്രോഡക്റ്റ് ഫോം ചെയ്യും. എൻസൈമിന് യാതൊരു വിധ മാറ്റങ്ങളും സംഭവിക്കില്ല. അതുപോലെ തന്നെ അവിടെ ഉണ്ടാവും. അടുത്ത റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എൻസൈമിനെ വീണ്ടും യൂട്ടിലൈസ് ചെയ്യാം. എന്ത് ഫോം ചെയ്യും? പ്രോഡക്റ്റ് ഫോം ചെയ്യുകയും ചെയ്യും. സോ ഇതാണ് ലോക്ക് ആൻഡ് കീ മോഡൽ ഓഫ് എമിൽ ഫിഷർ. സോ നമുക്ക് ലോക്ക് ആൻഡ് കീ മോഡൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലോക്ക് ആൻഡ് കീ മോഡൽ, also known as Fisher's template theory. The theory was proposed by Emil Fisher. According to this model, the structure or conformation of the enzyme is rigid. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. According to this model, the structure or conformation of the enzyme is rigid. ഈ ഒരു പോയിന്റുമായി റിലേറ്റ് ചെയ്തിട്ട് പല ക്വസ്റ്റ്യനുകളും കണ്ടിട്ടുണ്ട്. The substrate fit to binding site. അതായത് ആക്റ്റീവ് സൈറ്റിലാണ് സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യാം. Just a key fits into proper lock. സോ എൻസൈമിലെ ആക്റ്റീവ് സൈറ്റില് സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു കീ ലോക്കിൽ വന്നിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ലോക്കിൽ കീ ഇടുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നത് എങ്ങനെയാണ് അതുപോലെയാണ് എൻസൈമിൽ സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. Thus the active site of the enzyme is rigid. അതുകൊണ്ട് തന്നെ ഒരു എൻസൈമിലെ ആക്റ്റീവ് സൈറ്റ് റിജിഡ് ആണെന്നാണ് എമിൽ ഫിഷർ പറയുന്നത്. ആൻഡ് പ്രീ ഷേപ്ഡ്, ഓൾറെഡി ഷേപ്പ് ചെയ്ത് വെച്ചതാണ്. ആ ആക്റ്റീവ് സൈറ്റിന് പിന്നീട് യാതൊരുവിധ ചേഞ്ചും വരുന്നില്ല. where only a specific substrate can bind. സോ ആ ഒരു സ്ട്രക്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റിന് മാത്രമേ, സ്പെസിഫിക് ആയിട്ടുള്ള സബ്സ്ട്രേറ്റിന് മാത്രമേ അവിടെ വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. This model does not give any scope for the flexible nature of enzyme, and the model totally fails to explain many facts of enzyme reaction. So 1890 എമിൽ ഫിഷർ ലോക്ക് ആൻഡ് കീ മോഡൽ എന്ന് പറഞ്ഞ ഈ ഒരു മോഡല് പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് സയന്റിസ്റ്റുകൾക്ക് ഓൾറെഡി അറിയാം എൻസൈം എന്ന് പറയുന്നത് ഒരു ഫ്ലെക്സിബിൾ നാച്ചർ ആണ്. ആ ഒരു ഫ്ലെക്സിബിൾ നാച്ചറുമായി ബന്ധപ്പെട്ടാണ് റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നത് എന്ന്. സോ എമിൽ ഫിഷറിന് ഈ ഒരു ഫ്ലെക്സിബിൾ നാച്ചറിനെ കുറിച്ച് പറയാൻ പറ്റിയില്ല. കാരണം എമിൽ ഫിഷർ പറയുന്നത് എൻസൈം എന്ന് പറയുന്നത് റിജിഡ് ആണ്, പ്രീ ഷേപ്ഡ് ആണ്. അതിന്റെ ആക്റ്റീവ് സൈറ്റിന് പിന്നീട് സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് യാതൊരുവിധ മാറ്റവും വരുന്നില്ല എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡല് ഫെയിൽ ആയിപ്പോയി. നെക്സ്റ്റ് തിയറിയാണ് ഇൻഡ്യൂസ്ഡ് ഫിറ്റ് തിയറി ഓർ കോഷ്ലാൻഡ്സ് തിയറി. കോഷ്ലാൻഡ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് 1958 പ്രപ്പോസ് ചെയ്തൊരു തിയറിയാണ് ഇൻഡ്യൂസ്ഡ് ഫിറ്റ് തിയറി ഓർ കോഷ്ലാൻഡ് തിയറി. എൻസൈംസിന്റെ മെക്കാനിസം ഓഫ് ആക്ഷനുമായി റിലേറ്റ് ചെയ്തിട്ട് പ്രപ്പോസ് ചെയ്തൊരു തിയറിയാണ്. He proposed a more acceptable and realistic model for enzyme substrate complex formation. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എൻസൈമിൽ സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുമ്പോഴാണ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുക. ഓക്കെ, ആക്റ്റീവ് സൈറ്റ് ഈസ് നോട്ട് റിജിഡ് ആൻഡ് പ്രീ ഷേപ്ഡ്. അപ്പൊ കോഷ്ലാൻഡ് പറയുന്നത് എൻസൈമിലെ ആക്റ്റീവ് സൈറ്റ് റിജിഡ് അല്ല, പ്രീ ഷേപ്ഡ് അല്ല എന്നാണ് പറയുന്നത്. The interaction of substrate with enzyme induces a fit or a conformation change in the enzyme, resulting in the formation of a strong substrate binding site. Okay, the interaction of substrate with enzyme. എൻസൈം സബ്സ്ട്രേറ്റിൽ വന്നിട്ട് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ആക്റ്റീവ് സൈറ്റിൽ ചെറിയൊരു സ്ട്രക്ചറൽ ചേഞ്ച് വരുന്നുണ്ട്. സോ അത് കാരണം എൻസൈമിന് പെർഫെക്റ്റ് ആയിട്ട് അവിടെ വന്നിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റും, റിസൾട്ടിങ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ സ്ട്രോങ് സബ്സ്ട്രേറ്റ് ബൈൻഡിങ് സൈറ്റ്. സോ എൻസൈമിലെ ആക്റ്റീവ് സൈറ്റ് ഫ്ലെക്സിബിൾ ആണെന്നാണ് കോഷ്ലാൻഡ് പറയുന്നത്. ഇതൊരു എൻസൈം ആണെങ്കിൽ ഇതാണ് ഇവിടുത്തെ ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഒരു എൻസൈം വന്ന് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു എൻസൈം വന്നിട്ട് ഇവിടെ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ഈ ഒരു സ്പേസിൽ വന്നിട്ട് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ആക്റ്റീവ് സൈറ്റിന്റെ ഷേപ്പിന് എന്ത് ചെയ്യും? ചെറിയൊരു ചേഞ്ച് വരും.
ഈ ആക്റ്റീവ് സൈറ്റിന്റെ ഈ ഒരു ഷേപ്പിന് ചെറിയൊരു ചേഞ്ച് വരും. അങ്ങനെ ചേഞ്ച് വരുന്ന സമയത്ത് ഈ സബ്സ്ട്രേറ്റിന് കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ഫിറ്റ് ആവാൻ പറ്റും. ഫോർമേഷൻ ഓഫ് എ സ്ട്രോങ് സബ്സ്ട്രേറ്റ് ബൈൻഡിങ് സൈറ്റ്. അപ്പം നല്ല സ്ട്രോങ് ആയിട്ടുള്ള എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യാൻ പറ്റും. അത് കാരണം എന്ത് ചെയ്യാൻ പെട്ടെന്ന് പ്രോഡക്റ്റ് ഫോം ചെയ്യാനും പറ്റും. സോ ഇൻഡ്യൂസ്ഡ് ഫിറ്റ് തിയറി ഓർ കോഷ്ലാൻഡ് തിയറി പറയുന്നത് എൻസൈം കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണെന്നാണ് പറയുന്നത്. ഫ്ലെക്സിബിൾ നാച്ചർ ആണ്, നോട്ട് റിജിഡ് ആൻഡ് പ്രീ ഷേപ്ഡ്. 23rd question ഒരു true or false question ആണ്. The lock and key model deals with the flexible nature of enzyme. Here right answer option B ആണ്, false ആണ്, തെറ്റാണ് ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് the lock and key model deals with the rigid nature of enzyme. Induced fit theory or Koshland's enzyme model ആണ് flexible nature. Next question, the target substrate molecules bind to active site of the enzyme, transforming into products through a series of steps known as the dash. Option A, enzyme kinetics. Option B, enzymatic mechanism. Option C, chemical kinetics. Option D, zero order reaction kinetics. Here right answer option B ആണ്, enzymatic mechanism. Enzymatic mechanism. Okay, enzymatic mechanism is referred to as series of steps through which products are formed when substrate molecules bind to active site of the enzyme. So, ഒരു എൻസൈമിൽ സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്ത് ഒരു സീരീസ് ഓഫ് റിയാക്ഷൻ നടന്നതിന് ശേഷമാണ് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. ഈ ഒരു മെക്കാനിസത്തിനെയാണ് എൻസൈമാറ്റിക് മെക്കാനിസം എന്ന് പറയുന്നത്. The rates of a chemical reaction that are catalyzed by enzyme is called enzyme kinetics. So, ഇതിന്റെ റേറ്റ്സിനെ, ഈ ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ്സിനെ the rates of chemical reactions that are catalyzed by enzyme is called enzyme kinetics. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് എൻസൈമോളജി എന്ന് പറഞ്ഞ ഈ ഒരു ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ബാക്കി പോർഷൻസ് നമ്മൾ നെക്സ്റ്റ് സെക്കൻഡ് പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് എന്റെ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം പഠിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊള്ളാണ്. താങ്ക് യു.